പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7ൻ്റെ ചാപ്റ്റർ 7ലെ പേജ് നമ്പർ 154ലെ ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എപ്പോഴാണ് ഒരു ട്രയാങ്കിൾ നമുക്ക് 3 സൈഡ് ലെങ്തുകൾ തന്നു കഴിഞ്ഞാൽ ട്രയാങ്കിൾ എക്സിസ്റ്റ് ആവുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. അതായത് 3 സൈഡുകളിലും ഡയറക്റ്റ് പാത്ത് എടുക്കുമ്പോൾ റൗണ്ട് അബൌട്ട് അതായത് മറ്റ് 2 സൈഡുകളുടെ സമ്മിനെക്കാട്ടിൽ സ്മോളർ ആണെങ്കിൽ മാത്രമേ ട്രയാങ്കിൾ എക്സിസ്റ്റ് ആവത്തുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം ഫിഗർ ഇറ്റ് ഔട്ട് കാണുക, എന്നാലേ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. വി ചെക്ക് ബൈ കൺസ്ട്രക്ഷൻ ദാറ്റ് ദർ ആർ നോ ട്രയാങ്കിൾ ഹാവിങ് സൈഡ് ലെങ്ത് 3 cm, 4 cm and 8 cm and 2 cm, 3 cm and 6 cm. Check if you could have found this without trying to construct the triangle. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു ഈ സൈഡ് ലെങ്തുകൾ വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ കണ്ടു. അതായത് ആർക്ക് വരയ്ക്കുമ്പോൾ ആർക്ക് ഇൻ്റർസെക്റ്റ് ആവത്തില്ല എന്ന് ഞാൻ വരച്ച് കാണിച്ചിരുന്നു അല്ലേ. അപ്പോൾ കൺസ്ട്രക്റ്റ് ചെയ്യാതെ ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യാതെ ഇവിടെ നമുക്ക് ഇത് ഈ ട്രയാങ്കിൾ എക്സിസ്റ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പറയണം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അതിനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. ഡയറക്റ്റ് പാത്ത് ലെങ്ത് മറ്റ് 2 സൈഡ് ലെങ്തുകളുടെ സമ്മിനെക്കാട്ടിൽ കുറവായിരിക്കണം, എന്നാൽ മാത്രമേ ട്രയാങ്കിൾ എക്സിസ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വൺ 3 cm, 4 cm ആൻഡ് 8 cm ആണ്. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഓരോ ലെങ്തുകളെ നമുക്ക് ഓരോ സൈഡുകളായിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ പെൻസിൽ വെച്ചൊരു ചെറിയ ട്രയാങ്കിൾ നിങ്ങളുടെ പേപ്പറിൻ്റെ സൈഡിൽ വരയ്ക്കുക. എന്നിട്ട് ട്രയാങ്കിളിന് ABC എന്ന് പേര് കൊടുക്കുക. AB 3 cm, BC 4 cm ആൻഡ് AC 8 cm. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് പാത്ത് ലെങ്ത് AB ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് പാത്ത് ലെങ്ത് ഈസ് ഇക്വൽ ടു AB. AB എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 3 cm ആണ്. ഇനി അടുത്തത് റൗണ്ട് അബൌട്ട് പാത്ത് ലെങ്ത്, അതായത് ഇതാണ് നമ്മൾ ഡയറക്റ്റ് എടുത്തത്. ഇനി റൗണ്ട് അബൌട്ട് എന്ന് പറയുമ്പോൾ ബാക്കി ഇതാ ഇങ്ങനെ വരുന്നത്. എയിൽ നിന്ന് ബിയിലേക്ക് ഡയറക്റ്റ് ഉള്ളതാണ് AB. ഇനി ബിയിൽ നിന്ന് ഒന്നെങ്കിൽ എയിൽ നിന്ന് സിയിൽ ചെല്ലും, എന്നിട്ട് സിയിൽ നിന്ന് ബിയിലേക്ക് പോകും. ഇതാണ് റൗണ്ട് അബൌട്ട് പാത്ത് ലെങ്ത്. അപ്പോൾ ഈ റൗണ്ട് അബൌട്ട് പാത്ത് ലെങ്ത് എന്തിന് ഈ ഡയറക്റ്റ് ഇതിനെക്കാട്ടിൽ കുറവായിരിക്കണം ഡയറക്റ്റ് പാത്ത്, എന്നാൽ മാത്രമേ 3 സൈഡുകൾ എടുക്കുമ്പോഴും അങ്ങനെ ആയിരിക്കണം, എന്നാൽ മാത്രമേ ട്രയാങ്കിൾ എക്സിസ്റ്റ് ആവത്തുള്ളൂ. ഇനി അടുത്തത് റൗണ്ട് അബൌട്ട് പാത്ത് ലെങ്ത്. അതെങ്ങനെയാണ്? AC പ്ലസ് BC. AC പ്ലസ് BC ഇസ് ഇക്വൽ ടു 8 പ്ലസ് 4, ദാറ്റ് ഈസ് 12 cm. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, AB നമുക്ക് എത്രയാണ് കിട്ടിയത്? 3 cm അല്ലേ. അപ്പോൾ AB ഈസ് ലെസ് ദാൻ AC പ്ലസ് BC. ഇനി അടുത്തത് നമ്മൾ BC എടുക്കുന്നു. അപ്പോൾ BC എടുക്കുമ്പോൾ BC ഈസ് ഇക്വൽ ടു 4 cm. ഇതാണ് ഡയറക്റ്റ് പാത്ത് ലെങ്ത്. ഞാൻ എല്ലാത്തിനും അങ്ങനെ ഡയറക്റ്റ് പാത്ത് ലെങ്ത് റൗണ്ട് അബൌട്ട് പാത്ത് ലെങ്ത് എന്ന് എഴുതുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഡയറക്റ്റ് പാത്ത് ലെങ്ത് എന്നുള്ളതിന് DP എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതുമ്പോൾ ഡയറക്റ്റ് പാത്ത് ലെങ്ത് എന്ന് തന്നെ എഴുതിക്കണം കേട്ടോ. ഇവിടെ ഡയറക്റ്റ് പാത്ത് ലെങ്ത് BC എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ റൗണ്ട് അബൌട്ട് പാത്ത് ലെങ്ത് എന്തായിരിക്കും? AB പ്ലസ് AC ആണല്ലേ. AB പ്ലസ് AC അതെന്ത് വരും? 3 പ്ലസ് 8 ഇസ് ഇക്വൽ ടു 11 cm. ഇവിടെയും ഡയറക്റ്റ് പാത്ത് ലെങ്ത് റൗണ്ട് അബൌട്ട് പാത്ത് ലെങ്തിനെക്കാട്ടിൽ ഷോർട്ടറാണ്. 4 ഈസ് ലെസ് ദാൻ 11 cm. ഇനി നമ്മൾ ഡയറക്റ്റ് പാത്ത് ലെങ്ത് AC എടുക്കുന്നു. അപ്പോൾ DP ഈസ് ഇക്വൽ ടു AC ഈസ് ഇക്വൽ ടു 8 cm. റൗണ്ട് അബൌട്ട് പാത്ത് ലെങ്ത് എന്തായിരിക്കും? എന്ത് വരും? AC എടുക്കുമ്പോൾ AB പ്ലസ് BC വരും അല്ലേ. AB പ്ലസ് BC ഈസ് ഇക്വൽ ടു 3 പ്ലസ് 4, ദാറ്റ് ഈസ് 7 cm. അപ്പോൾ ദാ ഇവിടെ ശ്രദ്ധിച്ചേ, AC ആണ് വലുത്. AB പ്ലസ് BCയെക്കാട്ടിൽ വലുതാണ് AC. ഇവിടെ AC ഈസ് ഗ്രേറ്റർ ദാൻ
എ ബി പ്ലസ് ബി സി. അതായത് ഡയറക്റ്റ് പാത്ത് ലെന്ത് റൗണ്ട് അബൌട്ട് പാത്ത് ലെന്തിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണ് അല്ലേ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ട്രയാങ്കിൾ എക്സിസ്റ്റ് ആവത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സോ ദ ട്രയാങ്കിൾ വിത്ത് ദ ഗിവൺ സൈഡ് ലെങ്ത് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ 3 ഡയറക്റ്റ് പാത്തുകളും അതിൻ്റെ റൗണ്ട് അബൌട്ട് പാത്ത് ലെങ്തുകളെക്കാട്ടിൽ ഷോർട്ടർ ആണെങ്കിൽ മാത്രമേ ട്രയാങ്കിൾ എക്സിസ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ കൺസ്ട്രക്റ്റ് ചെയ്യാതെ കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഇതാണ്. ഇനി നമുക്ക് രണ്ടാമത്തതിൻ്റെ കൂടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇനി രണ്ടാമത്തത് 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ ആൻഡ് 6 സെൻറ്റിമീറ്റർ. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇവിടെ എ ബി 2 സെൻറ്റിമീറ്റർ, ബി സി 3 സെൻറ്റിമീറ്റർ ആൻഡ് എ സി 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യം നമ്മൾ ഡയറക്റ്റ് പാത്ത് ലെങ്ത് എടുക്കുന്നു. ഡയറക്റ്റ് പാത്ത് ലെങ്ത് ഈസ് എ ബി ആയിട്ട് എടുക്കുന്നു കേട്ടോ. എ ബി എന്ന് പറയുന്നത് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. റൗണ്ട് അബൌട്ട് പാത്ത് ലെങ്ത് എന്ത് വരും? അപ്പം എ ബി ഡയറക്റ്റ് എടുത്തെങ്കിൽ ബാക്കി എ സി പ്ലസ് ബി സി വരും അല്ലേ? അപ്പോൾ എ സി പ്ലസ് ബി സി ഈസ് ഈക്വൽ ടു 6 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 9 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഡയറക്റ്റ് പാത്ത് ലെങ്ത് എ ബി ഈസ് ഷോർട്ടർ ദാൻ റൗണ്ട് അബൌട്ട് പാത്ത് ലെങ്ത് എ സി പ്ലസ് ബി സി. 2 ഈസ് ലെസ് ദാൻ 9. ഇനി അടുത്ത ഡയറക്റ്റ് പാത്ത് ലെങ്ത് നമ്മൾ ഏതെടുക്കുന്നു? ബി സി എടുക്കുന്നു. ബി സി ഈസ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ റൗണ്ട് അബൌട്ട് പാത്ത് ലെങ്ത് എന്ത് വരും? എ ബി പ്ലസ് എ സി വരും. എ ബി പ്ലസ് എ സി ഈസ് 2 പ്ലസ് 6 ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെയും ഡയറക്റ്റ് പാത്ത് ലെങ്ത് ഈസ് ലെസ് ദാൻ റൗണ്ട് അബൌട്ട് പാത്ത് ലെങ്ത്. ഇനി അടുത്തത് എ സി. ഡയറക്റ്റ് പാത്ത് ലെങ്ത് ഈസ് ഈക്വൽ ടു എ സി എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. ഇവിടെ റൗണ്ട് അബൌട്ട് പാത്ത് ലെങ്ത് എന്ത് വരും? അപ്പോൾ എ ബി പ്ലസ് ബി സി വരും. എ ബി പ്ലസ് ബി സി ഈസ് ഈക്വൽ ടു 2 പ്ലസ് 3 ദാറ്റ് ഈസ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ അതാ ഇവിടെ നോക്കിയേ, ഡയറക്റ്റ് പാത്ത് ലെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ റൗണ്ട് അബൌട്ട് പാത്ത് ലെങ്ത് അല്ലേ? 6 ഈസ് ഗ്രേറ്റർ ദാൻ 5. അപ്പം 3 ഡയറക്റ്റ് പാത്ത് ലെങ്തുകളും റൗണ്ട് അബൌട്ട് പാത്ത് ലെങ്തുകളെക്കാട്ടിൽ ഷോർട്ടർ ആണെങ്കിൽ മാത്രമേ ട്രയാങ്കിൾ എക്സിസ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? സോ ദ ട്രയാങ്കിൾ വിത്ത് ദ ഗിവൺ സൈഡ് ലെങ്ത് ഡസിൻറ്റ് എക്സിസ്റ്റ്. ഇവിടെ ട്രയാങ്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ തന്നെ സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾ എഴുതണം. ഞാൻ മൊത്തം എഴുതിയില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻ വി സേ എനിത്തിങ് അബൌട്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് എ ട്രയാങ്കിൾ ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് ഓഫ് ലെങ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 സെറ്റ് സൈഡ് ലെങ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ട്രയാങ്കിൾ എക്സിസ്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ പറയണം. യു വുഡ് ഹാവ് റിയലൈസ് ദാറ്റ് യൂസിങ് എ റഫ് ഫിഗർ ആൻഡ് കമ്പയറിംഗ് ദ ഡയറക്റ്റ് പാത്ത് ലെങ്സ് വിത്ത് ദർ കറസ്പോണ്ടിങ് റൗണ്ട് അബൌട്ട് പാത്ത് ലെങ്സ് ഈസ് ദ സെയിം ആസ് കമ്പയറിംഗ് ഈച്ച് ലെങ്ത് വിത്ത് ദി സം ഓഫ് ദി other 2 lengths. There are 3 such comparisons to be made. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഒരു റഫ് ഫിഗർ വെച്ചിട്ട് ഡയറക്റ്റ് പാത്ത് ലെങ്ത് അവയുടെ കറസ്പോണ്ടിങ് റൗണ്ട് അബൌട്ട് പാത്ത് ലെങ്തുകളുമായി കമ്പയർ ചെയ്യുന്നത് ഓരോ ലെങ്തുകളും മറ്റ് 2 ലെങ്തുകളുടെ സമ്മുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് ഈക്വൽ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അങ്ങനത്തെ കമ്പാരിസൺസ് ആണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ട്രയാങ്കിൾ എക്സിസ്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ മുകളിലത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ അതേപോലെ തന്നെ ചെയ്തു. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് പാത്ത് ലെങ്ത് നമ്മൾ ഓരോന്നായിട്ട് എടുക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 10, 10, 25 ആണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഞാൻ ഡയറക്റ്റ് പാത്ത് ലെങ്ത് 25 ആയിട്ട് എടുക്കുന്നത് കേട്ടോ. നമ്മൾ ഇത് എക്സിസ്റ്റ് ആവുന്നുണ്ടോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൽ ലെങ്ത് കൂടിയത് എടുത്തിട്ട് നമ്മളങ്ങ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ 25 ഞാനിവിടെ ഡയറക്റ്റ് പാത്ത് ലെങ്ത് ആയിട്ട് എടുക്കുന്നു. ഡയറക്റ്റ് പാത്ത് ലെങ്ത് ഇസിക്വൽ ടു 25 കിലോമീറ്റർ. അടുത്തത് റൗണ്ട് അബൌട്ട് പാത്ത് ലെങ്ത് is equal to എന്ത് വരും? 10 plus 10 is equal to 20. അപ്പോൾ ഞാൻ നോക്കിയാൽ ഡയറക്റ്റ് പാത്ത് ലെങ്ത് റൗണ്ട് അബൌട്ട് പാത്ത് ലെങ്തിനെ കാട്ടിൽ ഇവിടെ എന്താണ്? ഗ്രേറ്റർ ആണ് അല്ലേ? 25 ഈസ് ഗ്രേറ്റർ ദാൻ 20. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore
10 kilometer, 10 kilometer and 25 kilometer cannot be the side lengths of a triangle. ഇനി അടുത്ത സെക്കൻഡ് വൺ 5 millimeter, 10 millimeter and 20 millimeter. ഇവിടെയും ഡയറക്റ്റ് പാത്ത് ലെങ്ത് 20 millimeter ആയിട്ട് എടുക്കുന്നു. റൗണ്ട് അബൌട്ട് പാത്ത് ലെങ്ത് അപ്പോൾ എന്ത് വരും 5 + 10 ദാറ്റ് ഈസ് 15 millimeter. അപ്പോൾ ഡയറക്റ്റ് പാത്ത് ലെങ്ത് റൗണ്ട് അബൌട്ട് പാത്ത് ലെങ്തിനെക്കാട്ടിൽ ഇവിടെ ഗ്രേറ്റർ ആണ്. ഡയറക്റ്റ് പാത്ത് ലെങ്ത് റൗണ്ട് അബൌട്ട് പാത്ത് ലെങ്തിനെക്കാട്ടിൽ ചെറുതാണെങ്കിൽ മാത്രമേ ട്രയാങ്കിൾ എക്സിസ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം 5 millimeter, 10 millimeter and 20 millimeter can't be the side lengths of a triangle. ഇനി അടുത്ത നോക്കിയാലോ 12, 20, 40. ഇവിടെയും നീളം കൂടിയത് തന്നെ നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഡയറക്റ്റ് പാത്ത് ലെങ്ത് ഇവിടെ നമുക്ക് എന്തെടുക്കാം, ഇത് ബി ആണ്. അടുത്തത് സി. ഡയറക്റ്റ് പാത്ത് ലെങ്ത് 40 centimeter ആയിട്ട് എടുക്കുന്നു. റൗണ്ട് അബൌട്ട് പാത്ത് ലെങ്ത് 12 + 20 ദാറ്റ് ഈസ് 32 centimeter. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ ഡയറക്റ്റ് പാത്ത് ലെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ റൗണ്ട് അബൌട്ട് path length. Therefore 12 centimeter, 20 centimeter and 40 centimeter can't be the side lengths of a triangle. അപ്പോൾ നിങ്ങൾ തന്നിരിക്കുന്ന ലെങ്തിൽ ഏറ്റവും വലിപ്പം കൂടിയത് എടുത്തിട്ട് അത് ഡയറക്റ്റ് പാത്ത് ലെങ്തായിട്ട് എടുത്തിട്ട് മറ്റ് രണ്ടും ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ആ ഡയറക്റ്റ് പാത്ത് ലെങ്ത് മറ്റുള്ളതിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണ്, ഷോർട്ടർ ആണെങ്കിൽ മാത്രമേ എക്സിസ്റ്റ് ആവത്തുള്ളൂ. ഗ്രേറ്റർ ആണെങ്കിൽ ട്രയാങ്കിൾ എക്സിസ്റ്റ് ആവത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സ്റ്റെപ്പുകൾ ചെയ്ത് നോക്കണ്ട, ഡയറക്റ്റ് എഴുതാനായിട്ട് കഴിയും. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. ഫോർ ഈച്ച് സെറ്റ് ഓഫ് ലെങ്ത് സീൻ സോ ഫാർ യു മൈറ്റ് ഹാവ് നോട്ടീസ് ദാറ്റ് ഇൻ അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദി കമ്പാരിസൺസ് ദ ഡയറക്റ്റ് ലെങ്ത് വാസ് ലെസ് ദാൻ ദ സം ഓഫ് ദി അതർ 2. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തതിലെല്ലാം നമ്മൾ കണ്ടു 3 സൈഡ് ലെങ്ത്തുകൾ ചെയ്യുമ്പോൾ അതിൽ രണ്ടെണ്ണത്തിലെങ്കിലും ഡയറക്റ്റ് ലെന്ത് മറ്റ് 2 സമ്മുകളെക്കാട്ടിൽ എന്തായിരിക്കും, കുറവായിരിക്കുമെന്ന് നമ്മൾ കണ്ടു. അതായത് ഡയറക്റ്റ് പാത്ത് ലെന്ത് റൗണ്ട് അബൌട്ട് പാത്ത് ലെന്തിനെക്കാട്ടിൽ ഷോർട്ടർ ആയിരിക്കുമെന്ന് കണ്ടു. ഫോർ എക്സാമ്പിൾ, ഫോർ ദ സെറ്റ് ഓഫ് ലെങ്സ് 10 centimeter, 15 centimeter and 30 centimeter there are 2 comparisons where this happen. ഇതിനകത്തും 2 കമ്പാരിസൺസ് അങ്ങനെ തന്നെയാണ് അല്ലേ. 10 ഡയറക്റ്റ് പാത്തായിട്ട് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് ലെസ് ദാൻ റൗണ്ട് അബൌട്ട് പാത്ത് ലെന്ത്. ഇത് ഡയറക്റ്റ് പാത്ത് ലെന്തും ഇത് റൗണ്ട് അബൌട്ട് പാത്ത് ലെന്തും 15ഉം 30. ഓക്കെ, അത് അപ്പോൾ ഡയറക്റ്റ് പാത്ത് ലെന്ത് റൗണ്ട് അബൌട്ട് പാത്ത് ലെന്തിനെക്കാട്ടിൽ ചെറുതാണ്. ഇനി 15 ഡയറക്റ്റ് പാത്ത് ലെന്തായിട്ട് എടുത്താൽ 10 + 13 റൗണ്ട് അബൌട്ട് പാത്ത് ലെന്തുമായിട്ട് എടുക്കുന്നു. അപ്പോൾ ഡയറക്റ്റ് പാത്ത് ലെന്ത് ഈസ് ലെസ് ദാൻ റൗണ്ട് അബൌട്ട് പാത്ത് ലെന്ത്. ബട്ട് ദിസ് ഡസൻറ്റ് ഹാപ്പൻ ഫോർ ദി തേർഡ് ലെങ്ത്. അപ്പോൾ തേർഡ് ലെങ്ത് 30 ഡയറക്റ്റ് പാത്ത് ലെന്തായിട്ട് എടുക്കുന്നു. 10 + 15 ദാറ്റ് ഈസ് 25. അപ്പോൾ എന്താ റൗണ്ട് അബൌട്ട് പാത്ത് ലെങ്ത് ഷോർട്ടറായി, ഡയറക്റ്റ് പാത്ത് ലെന്ത് ലാർജറുമായി. അങ്ങനെ വന്നപ്പോൾ ഇതെന്ത് ചെയ്യുന്നു, ട്രയാങ്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. വിൽ ദിസ് ഓൾവേസ് ഹാപ്പൻ? ദാറ്റ് ഈസ് ഫോർ എനി സെറ്റ് ഓഫ് ലെങ്സ് വിൽ ദർ ബി അറ്റ്ലീസ്റ്റ് 2 കമ്പാരിസൺസ് വേർ ദ ഡയറക്റ്റ് ലെങ്ത് ഈസ് ലെസ് ദാൻ ദ സം ഓഫ് ദി അതർ 2. എക്സ്പ്ലോർ ഫോർ ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് ലെങ്ത്. അതായത് ഇങ്ങനെ എപ്പോഴും സംഭവിക്കുമോ? അതായത് ഏതൊരു സെറ്റ് ഓഫ് ലെങ്സ് എടുത്താലും 2 കമ്പാരിസൺസിൽ ഡയറക്റ്റ് ലെന്ത് മറ്റ് 2 ലെങ്തുകളുടെ സമ്മിനെക്കാട്ടിൽ ലെസ് ആയിരിക്കുമോ? നമ്മളോട് ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് ലെങ്ത് എടുത്തിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിൽ ദിസ് ഓൾവേസ് ഹാപ്പൻ? അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതിലെല്ലാം നമ്മൾ കണ്ടു അറ്റ്ലീസ്റ്റ് 2 കമ്പാരിസൺ എങ്കിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം, യെസ് എന്ന് പറയാം അല്ലേ. യെസ്, for any set of lengths there will always be at least 2 comparisons where the direct length is less than the sum of the other 2 എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. 5 centimeter, 7 centimeter and 9 centimeter. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. 5 centimeter നമ്മൾ ഡയറക്റ്റ് പാത്തിൽ എന്തായിട്ട് എടുക്കുന്നു, 5 centimeter. അടുത്തത് 7 + 9 എന്ത് വരും? 7 + 9 ഈസ് 14, 15, 16 വരും അല്ലേ. ഇത് 16 centimeter വരും. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് പാത്ത് ലെന്ത്
ലെസ് ദാൻ ആണ്. ഈ ഡയറക്റ്റ് പാത്ത് ലെങ്ത് നമ്മൾ 7 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുന്നു. അപ്പം 5 + 9 വരും. 5 + 9 ഈസ് 14. അപ്പോൾ 7 സെൻറ്റിമീറ്റർ ഈസ് ലെസ് ദാൻ 5 + 9. അടുത്തത് 9 സെൻറ്റിമീറ്റർ എടുക്കുന്നു. മറ്റു രണ്ടും കൂടെ ചെയ്യുമ്പോൾ 5 + 7. അപ്പോൾ ഇവിടെ എന്ത് വരും? 9 ഈസ് ലെസ് ദാൻ 5 + 7. ഓക്കെ, ഇവിടെ 3 കമ്പാരിസൺസും direct length smaller than the sum of the other two lengths. Hence the triangle will with the given lengths exist. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഏതൊരു സെറ്റ് ലെങ്ത്സ് എടുത്താലും ഏറ്റവും കുറഞ്ഞത് 2 കമ്പാരിസൺ എങ്കിലും ഡയറക്റ്റ് കമ്പാരിസണിലെങ്കിലും ഡയറക്റ്റ് ലെങ്ത് മറ്റ് 2 ലെങ്തുകളുടെ സമ്മിനെക്കാട്ടിൽ കുറവായിരിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം കുറഞ്ഞത് 2 എണ്ണമെങ്കിലും കാണും. ഇവിടെ 3 എങ്ങനെയാണ്? ഡയറക്റ്റ് ലെങ്തിനെക്കാട്ടിൽ ഡയറക്റ്റ് ലെങ്ത് മറ്റ് 2 ലെങ്തുകളുടെ സമ്മിനെക്കാട്ടിൽ കുറവാണ്. മുകളിൽ നമ്മൾ ചെയ്തെടുത്തെല്ലാം അറ്റ്ലീസ്റ്റ് 2 വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതെപ്പോഴും ഹാപ്പൻ ആണെന്ന്, വിൽ ദിസ് ഓൾവേസ് ഹാപ്പൻ എന്നുള്ളതിന് നമുക്ക് കേസ് എന്ന് തന്നെ പറയാം. കാരണം എന്താണ്? ഒന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 എണ്ണമെങ്കിലും ഡയറക്റ്റ് പാത്ത് ലെങ്ത് ലെസ്സായിട്ട് കാണും, അല്ലെങ്കിൽ 3ഉം ലെസ്സായിരിക്കും. അപ്പോൾ നമുക്കിവിടെ യെസ് എന്ന് തന്നെ പറയാം. നിങ്ങൾ വേറൊരു എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കിയാലും അറ്റ്ലീസ്റ്റ് 2 എണ്ണത്തിലെങ്കിലും ഡയറക്റ്റ് പാത്ത് ലെങ്ത് മറ്റ് 2 ലെങ്തുകളുടെ സമ്മിനെക്കാട്ടിൽ ലെസ്സായിട്ടായിരിക്കും വരിക. നമ്മൾ ഇതുവരെ ചെയ്തതിലെല്ലാം അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ. ഇനി നോക്കിയാൽ ഫർദർ ഫോർ a given set of lengths, is it possible to identify which length will immediately be less than the sum of the other two without calculation? അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേഷൻ ചെയ്യാതെ നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്ക് പറയാനായിട്ട് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധ്യമാണോ? അതായത് ഏത് സൈഡ് ലെങ്താണ് മറ്റ് 2 ലെങ്തുകളുടെ സമ്മിനെക്കാട്ടിൽ ലെസ്സായിട്ട് വരിക എന്ന് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുമോ? അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കൺസിഡർ ദി ഡയറക്റ്റ് ലെങ്ത്സ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ. ഡയറക്റ്റ് ലെങ്തുകൾ ഇൻക്രീസിങ് ഓർഡറിൽ എടുക്കാൻ വേണ്ടി നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിവിടെ മുകളിൽ ചെയ്ത ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ തന്നെ നോക്കിയേ, ഡയറക്റ്റ് ലെങ്തുകൾ നമ്മൾ ഇൻക്രീസിങ് ഓർഡറിൽ എടുത്താൽ 5, 7, 9 ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഈ 5 മറ്റ് 2 ലെങ്തുകളെക്കാട്ടിലും ചെറുതാണ് എന്ന് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും, ഇൻക്രീസിങ് ഓർഡറിലാണ് എടുക്കുന്നതെങ്കിൽ. ഇപ്പം 9, 7, 5 ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും. അതേസമയം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്ത് പറയാം? അപ്പോൾ നമുക്ക് എന്ത് പറയാം? യെസ്, ഇറ്റ് ഈസ് പോസിബിൾ ടു ഐഡൻറ്റിഫൈ വിച്ച് ലെങ്ത്സ് വിൽ ഇമ്മീഡിയറ്റ്ലി ബി ലെസ് ദാൻ ദി സം ഓഫ് ദി അതർ ടു ഇഫ് വി ടേക്ക് ദി ഡയറക്റ്റ് ലെങ്ത് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഗർ ഇറ്റ് ഔട്ട് ഫുള്ള് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.